കുഞ്ഞുങ്ങൾക്ക് വയ്യാതായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ഹെൽപ്ലെസ് ആയി പോവില്ലേ? 2, 3 ആഴ്ചക്ക് മുന്നെയാണ് ചെറിയ ഉണ്ണികൾക്ക് രണ്ടാൾക്കും നല്ല ഫീവറും കഫക്കെട്ടൊക്കെ വന്നിട്ട് ഇപ്പം അവരൊന്ന് റിക്കവറായി വരുന്നതേ ഉണ്ടായുള്ളൂ ട്ടോ. ഞാനങ്ങനെ 1, 2, 3 ദിവസത്തേക്കായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഇവാനൂന് സ്കൂളുള്ളതുകൊണ്ട് അവൻ ഇക്കാടെ കൂടെ ഇക്കാടെ വീട്ടിൽ തന്നെ ആയിരുന്നു ട്ടോ. പക്ഷേ ഇന്നലെ രാത്രി അവന് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫീവർ കൂടി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. പനി കുറയാതെ ഇന്ന് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇപ്പോഴത്തെ പനിയല്ലേ, ടെമ്പറേച്ചർ വിട്ട് മാറുന്നേ ഉണ്ടായില്ല. അവനങ്ങനെ തളർന്ന് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ട്ടോ. ചെറിയ ഉണ്ണികളുണ്ടായ ശേഷം എനിക്ക് അവൻ്റെ കാര്യങ്ങളിൽ മാത്രമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് ഓൾറെഡി അതിൻ്റെ ഗിൽറ്റ് നല്ലോണം ഉണ്ട് ട്ടോ. പക്ഷേ ഉണ്ണികളുടെ ഈ ഒരു ചെറിയ പ്രായം കഴിയുന്നവരെ ഇവർക്കാണെന്നുണ്ടെങ്കിലും നല്ല ശ്രദ്ധ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കുറേ വിഷമങ്ങളൊക്കെ പുറത്താരെയും കാണിക്കാതിരിക്കുകയാണ് ചെയ്യാറ്. അതെങ്ങനെ ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും കൂടെ എനിക്കറിയില്ല ട്ടോ. ഇതെല്ലാം ഒരു ഫേസ് ആണെന്ന് വിചാരിച്ചിട്ട് എന്തായാലും സമയം പോകുന്നതിനനുസരിച്ചിട്ട് മക്കളെല്ലാം എല്ലാത്തിനോട് അഡ്ജസ്റ്റഡ് ആയി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. പിന്നെ ഒരുപാട് പേര് മക്കൾക്ക് ഫോർമുല കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബോട്ടിലും അത് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡും പിന്നെ ക്ലീൻ ചെയ്യുന്ന ബ്രഷും കാര്യങ്ങളൊക്കെ ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിങ്ക് എല്ലാം ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.